ആഗോള അയ്യപ്പ സംഗമത്തിനായി 4864 അപേക്ഷകൾ ലഭിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. ആദ്യം വന്ന 3000 അപേക്ഷകളായിരിക്കും അംഗീകരിക്കുക. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും മന്ത്രിമാർ പങ്കെടുക്കും. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ പങ്കെടുക്കുമെന്നും PS പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. 4864 പേരാണ് നമുക്ക് ഇപ്പോൾ ഇന്നലെ വരെ രജിസ്റ്റർ ചെയ്ത്, ഇന്നലത്തോട് നമ്മൾ ക്ലോസ് ചെയ്തു. അതിലാദ്യം വന്ന 3000 പേരെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ 3000 പേർക്കാണ് നമ്മൾ എനാബിൾ ചെയ്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായും, പ്രത്യേകിച്ച് ഈ 2025 പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെ എന്ന് പറയുമ്പം അത് അത്രയും തന്നെ സുതാര്യമാണല്ലോ. വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെയുള്ളതാണ് ഹാജരാക്കിയിരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ഒരു വിഷമം എന്ന് പറയുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ കുഴപ്പമില്ല, പക്ഷേ മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മെമ്പർമാരും സ്വർണം കടത്തി എന്നുള്ള മട്ടിലാണ് ഇതൊക്കെ പ്രചരിക്കുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപാളിയുമായി ബന്ധപ്പെട്ട് സുതാര്യമായിട്ടാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നതിൽ ഖേദമുണ്ട് എന്നാണ് PS പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായും, പ്രത്യേകിച്ച് ഈ 2025 പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെ എന്ന് പറയുമ്പം അത് അത്രയും തന്നെ സുതാര്യമാണല്ലോ. വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെയുള്ളതാണ് ഹാജരാക്കിയിരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ഒരു വിഷമം എന്ന് പറയുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ കുഴപ്പമില്ല, പക്ഷേ മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മെമ്പർമാരും സ്വർണം കടത്തി എന്നുള്ള മട്ടിലാണ് ഇതൊക്കെ പ്രചരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായുണ്ട്. ഉമേഷ്, രണ്ട് കാര്യങ്ങളിലാണ് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളോട് വിശദീകരിച്ചിട്ടുള്ളത്. ഒന്ന്, ഈ വിവാദമായ സ്വർണ്ണപാളിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളാണ്. അതിനെങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഈ വിവാദങ്ങളെ കാണുന്നത്? അതിൽ എന്താണ് അദ്ദേഹം നൽകിയ മറുപടി? അതോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന് ലഭിച്ചിട്ടുള്ള അപേക്ഷകൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ പറഞ്ഞതുപോലെ ദ്വാരപാളി സുതാര്യമായിട്ടാണ് കാര്യങ്ങളെല്ലാം നടപ്പാക്കിയത്. അതിൽ ഒരു വിധത്തിലും വീഡിയോ ചിത്രീകരണം അടക്കം നടത്തിയാണ് ഈ കാര്യങ്ങളിൽ മെയിൻ്റനൻസിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് കരാർ നൽകിയത്, സ്വർണ്ണം പൂശാനുള്ള കരാർ നൽകിയതെല്ലാം നേരത്തെ തന്നെ ദേവസ്വം ബോർഡുമായി കരാറുള്ള കമ്പനിക്ക് തന്നെയാണ്. അതിലൊന്നും ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. പക്ഷേ ഗുരുതരമായ ആരോപണങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെയും ദേവസ്വം ബോർഡിനെതിരെയും എല്ലാം ചിലർ ഉന്നയിച്ചു. ചില ഓൺലൈൻ മാധ്യമങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ സ്വർണം കടത്തി എന്നെല്ലാം ഒരു ആരോപണം ഉന്നയിച്ചു. ഇതിലെല്ലാം വലിയ വിഷമമുണ്ട്. എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടുകൂടി ഈ വിവാദങ്ങൾ നിയമപരമായി അവസാനിക്കും. പക്ഷേ തങ്ങൾക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ, അതിൽ തങ്ങൾക്കുണ്ടായ മനോവിഷമം, അതിലെല്ലാം ആര് പരിഹാരം കാണുമെന്നുള്ള ചോദ്യവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോവുകയാണ്. 4864 അപേക്ഷകരാണ് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തത്. ഇതിൽ മറ്റൊരു മാനദണ്ഡവുമില്ല. 3000 പേർ, ആദ്യം അപേക്ഷിച്ച 3000 പേരെയായിരിക്കും ഇതിന് അംഗീകാരം നൽകുന്നത്. പക്ഷേ അതിൽ ഒരു മാനദണ്ഡം നേരത്തെ വ്യക്തമാക്കിയിരുന്നത് പോലെ 3 വർഷത്തിനിടെ 2 വർഷം ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദ്യ 3000 പേരിൽ ആ മാനദണ്ഡം പാലിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി കൂടുതൽ പേരെ 3000-ന് മുകളിലുള്ളവരെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കും എന്നുള്ളത് മാത്രമല്ലാതെ ഈ 3000 പേർ ആദ്യം രജിസ്റ്റർ ചെയ്തവരെ മുൻഗണനാ ക്രമം അനുസരിച്ച് ഇതിൽ പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് നടപടിക്രമങ്ങളെല്ലാം മുന്നോട്ട് പോവുകയാണ്. VIP പട്ടികകൾ ഓരോരുത്തരായി ഇപ്പോൾ സ്ഥിരീകരിച്ചു വരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാർ പങ്കെടുക്കുമെന്നാൽ സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നുമുള്ള മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഈ രീതിയിൽ VIP-യുമായി ബന്ധപ്പെട്ട് ലിസ്റ്റുകൾ ലഭിച്ചുകൊണ്ട് വരുന്നതേയുള്ളൂ. എന്തായാലും നടപടിക്രമങ്ങളുമായി പൂർത്തീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇന്നലെയോടുകൂടിയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. മറ്റ് നടപടിക്രമങ്ങൾ, പന്തൽ, ഒപ്പം VIP റൂമുകൾ, VIP പവലിയൻ തുടങ്ങിയവയെല്ലാം ഉള്ള നടപടിക്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഈവന്റിലെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ജിക്കെ. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.